قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥം പഠിക്കാനും അതിലെ ആശയങ്ങൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 88-ാമത് ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് നമുക്ക് 161-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ചെറിയ ആയത്തുകളാണ്, അർത്ഥമറിയാവുന്നവയാണ്. കാര്യങ്ങൾ അറിയാനും അത് ഉൾക്കൊള്ളാനും റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. പറയുക, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. തീർച്ചയായും എന്റെ രക്ഷിതാവ് എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു. സിറാത്ത് മുസ്തഖീം, ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ, അഥവാ വക്രതയില്ലാത്ത മതത്തിലേക്ക്, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക്. ഹനീഫൻ, ഒരു തരത്തിലുള്ള വളവും തിരിവുമില്ലാതെ. ദീനൻ ഖിയമൻ, വക്രതയില്ലാത്ത നേരായ മതം. മില്ലത്ത് ഇബ്രാഹിമ ഹനീഫൻ, ഹനീഫായി നിലകൊണ്ട ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. നമ്മൾ പറഞ്ഞു, മുസ്തഖീം എന്ന് പറഞ്ഞു, സിറാത്ത് എന്ന് പറഞ്ഞു, ഖിയം എന്ന് പറഞ്ഞു, ഹനീഫ് എന്നൊക്കെ പറഞ്ഞാൽ വക്രതയില്ലാത്ത, വളവില്ലാത്ത, കാപട്യമില്ലാത്ത, കാണിക്കലില്ലാത്ത, പ്രകടനങ്ങളില്ലാത്ത, സത്യസന്ധമായ നേരാനേർക്കുള്ള ജീവിതത്തിനാണ്, അത്തരത്തിലുള്ള കർമ്മങ്ങൾക്കാണ്, വിശ്വാസങ്ങൾക്കാണ് ഈ പേരുകളൊക്കെ പറയാ. അങ്ങനെയുള്ള ഒരു മതത്തിൽ നിലനിന്നിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ടായിട്ടേ അതുകൊണ്ട് ഉപകാരപ്പെടുള്ളൂ. ആരെങ്കിലും കാണിക്കാനോ കപടത നിറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒന്നും ഇസ്ലാം ആരോടും ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം എന്നല്ലാതെ എന്ത് ലാഭം ഉണ്ടാകാനാ? അപ്പൊ ഈ സൂറത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ ഇതുവരെ പറഞ്ഞു വന്ന ആശയങ്ങൾ സംഗ്രഹിക്കുകയാണ്, ചുരുക്കി പറയാണ്. ചുരുക്കി പറയുന്ന കാര്യങ്ങളോ അതിമഹത്തായ വിഷയങ്ങളാണ്. ധൈര്യപൂർവ്വം പറഞ്ഞോളൂ പ്രവാചകരെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നേരായ വഴിയിലേക്കാണ്. അതോടൊപ്പം എന്റെ രക്ഷിതാവ് എന്നെ നേരായ പാതയിലാക്കിയിരിക്കുന്നു. ഇതൊരു അഭിമാനപൂർവ്വം പറയാൻ സാധിക്കാന്നുള്ളത് എന്തൊരു സന്തോഷകരമായ കാര്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്താ റസൂല് പറഞ്ഞത്? ഞാൻ എന്റെ രക്ഷിതാവിന്റെ നേരായ പാതയിലാണുള്ളത്. എന്റെ രക്ഷിതാവ് ആ രക്ഷിതാവിന്റെ ശരിയായ വഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അഭിമാനപൂർവ്വം അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക.
അഥവാ ദീനൻ ഖിയമൻ, വക്രതയില്ലാത്ത മതമാണ്, നേരെ ചൊവ്വേ നിലനിൽക്കുന്നതാണ്. ഖിയാമ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നിൽക്കുക എന്നാണല്ലോ. നമസ്കാരത്തിലെ നിർബന്ധമായിട്ടുള്ള ഒരു ഫർളാണല്ലോ അത്, നിൽക്കുക എന്നുള്ളത്. നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിൽക്കുക എന്നുള്ളത്. ഇരുന്ന് നമസ്കരിക്കുന്നവരാണെങ്കിൽ പോലും അവര് നിന്നിട്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് നമസ്കാരം ആരംഭിക്കുന്നത്. അത്രയും പ്രാധാന്യമുണ്ട് നമസ്കാരത്തിൽ ഖിയാമ് എന്ന കർമ്മത്തിന്. നേരെ ചൊവ്വേ നിലനിൽക്കുന്ന സംഗതിയാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖീമൂന സ്വലാത്ത എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അതേപോലെ ദീനൻ ഖിയമൻ, വക്രതയില്ലാത്ത വളവില്ലാത്ത നേരെ ചൊവ്വേ നിലനിൽക്കുന്ന മതം, ആ മതത്തിലേക്ക് ഞാനിതാ എത്തിപ്പെട്ടിരിക്കുന്നു. അഥവാ അത് ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മാർഗത്തിലേക്ക്, മില്ലത്തിലേക്ക്. ആ മില്ലത്ത് എങ്ങനെയുള്ളതാണെന്നറിയോ? അത് ഹനീഫായിരുന്നു. ഹനീഫായി നിലകൊണ്ടതാണ്, നേർമാർഗത്തിൽ നിലകൊണ്ടതാണ്, വക്രതയില്ലാതെ തന്നെ നിലനിന്നതാണ്. ഒമാ മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും ബഹുദൈവ വാദികളിൽപ്പെട്ട ആളായിരുന്നില്ല. അറബികളും ജൂതരും ക്രിസ്ത്യാനികളും എല്ലാ വേദത്തിന്റെ ആളുകളും ഒക്കെ അവകാശപ്പെടുന്നു അവരുടെ പൂർവ്വപിതാവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുശ്രിക്കായിരുന്നില്ല എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ശിർക്കൻ ആചാരങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൂട്ടുനിൽക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഉണ്ടാവില്ല. ആശയം മനസ്സിലായല്ലോ ഈ ആയത്തിന്റെ? ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ചുരുക്കി പറഞ്ഞാല് തൗഹീദിനെ സംബന്ധിച്ച പല ദൃഷ്ടാന്തങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന അറബികളുടെ ശിർക്കുപരമായ വിശ്വാസാചാരങ്ങളെ സംബന്ധിച്ച പല പരാമർശങ്ങളും അടക്കം ഈ സൂറത്തിൽ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നിഷേധത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതുമായ ആ മാർഗം ഏതാണ് എന്ന് ഇതുവരെ വിവരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ചുരുക്കം എന്നോണം അള്ളാഹു ഇവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ നമ്മൾ അതിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം. വക്രതയില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത, നേർക്ക് നേരെ ഉറച്ചു നിൽക്കാവുന്ന ഒരു മതം, ശിർക്കിന്റെ മാലിന്യങ്ങൾ ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മതം, അങ്ങനെ ജീവിച്ചിരുന്ന നിഷ്കളങ്കനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആചരിച്ചു വന്നിരുന്ന ഒരു മാർഗം. ആ മാർഗമാണ് ഞാൻ ഇവിടെ കൊണ്ട് വന്നിട്ടുള്ളത്, അതിലാണ് ഞാനുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഉറക്കെ പറയുന്നു. മാത്രല്ല, രണ്ടാമത്തെ സംഗതി, അതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ശിർക്കിന്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും നിങ്ങൾ ശുദ്ധമായിരിക്കണം. നമസ്കാരം, പ്രാർത്ഥന, ബലികർമ്മങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രം നിങ്ങൾ അർപ്പിക്കുന്നവരാകണം. ഇനി അടുത്ത ആയത്തെ സൂചിപ്പിക്കുന്നത് പോലെ ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചും അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ചും ആയിരിക്കണം. ഇതാണ് അള്ളാഹു എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രബോധനമാണ് എന്റെ ദൗത്യം. ഇത് അംഗീകരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, വഅന അവ്വലുൽ മുസ്ലിമീൻ, അവരിൽ ഒന്നാമൻ ഞാൻ തന്നെയാണ്, ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ ആള് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പ്രഖ്യാപിക്കാനാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന, അവർക്കറിയുന്ന രണ്ട് മതങ്ങളുണ്ട്. വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ആളുകൾ എന്ന് പറയുന്നവരുടെ രണ്ട് മതങ്ങൾ. ആ മതങ്ങളോടോ അവരുടെ പ്രവാചകന്മാരോടോ
ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അള്ളാഹു കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുന്നത്. മൂസാ നബിയുടെ മാർഗമെന്നും ഈസാ നബിയുടെ മാർഗമെന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? കാരണം നേരായ മാർഗത്തെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന ഒരു വിശേഷണമാണ് ഇബ്രാഹിം നബിയുടെ മാർഗം, മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാമയുടെ മാർഗത്തെ ഒരു മതത്തോട് കൂട്ടിച്ചേർത്തിക്കൊണ്ടാണ് പറയുന്നത്. യഹൂദി മതം, യഹൂദിസം എന്നാ പറയാ. ഈസാ നബിയുടെ മാർഗത്തെ ക്രിസ്ത്യാനിസം എന്നാ പറയാ. അങ്ങനെയാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആ രണ്ട് വിഭാഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിക്കുന്നത് ഈ രണ്ട് മതങ്ങളും ഈ രണ്ട് ഇസങ്ങളും ഉടലെടുക്കുന്നതിന്റെ എത്രയോ മുമ്പാണ്. അറേബ്യയിലെ മുശ്രിക്കുകളും ഇബ്രാഹിം നബിയെ മാർഗദർശിയായി അംഗീകരിച്ചിരുന്ന ആദരിച്ചിരുന്ന ആളുകളായിരുന്നു. കാബയുടെ നിർമ്മാതാവാണ്, ഏകദൈവ ഭക്തനാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തങ്ങൾ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിലും തങ്ങളുടെ ഗുരുഭൂതനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹ പൂജകനായിരുന്നില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്തിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു പോയതാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗം എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിനെ സംബന്ധിച്ച് പ്രത്യേകം ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ട് ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്തിൽ നിന്ന് വിട്ടകന്നു പോകുന്നത്? അവൻ വിഡ്ഢിയല്ലാതെ മറ്റാരാണ്? എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് പിന്തുടരണം എന്ന് ആവശ്യപ്പെടുന്ന ആയത്തുകളുണ്ട്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലൻ യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം വആതൈനാഹു ഫിദ് ദുനിയാ ഹസനതൻ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين ثم أوحينا إليك ഇന്ന് നിങ്ങൾക്ക് പ്രവാചകരെ നാം വഹി നൽകിയിട്ടുണ്ട്. അനിത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് നിങ്ങൾ ഫോളോ ചെയ്യണേ എന്ന്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഒരുപാട് വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അന്ത്യപ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് ഫോളോ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ആയത്തുകൾ പോലും ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹനീഫൻ എന്ന പദം കഴിഞ്ഞ പല ഭാഗങ്ങളിലും നമ്മൾ വിശദീകരിച്ചു പോയതാണ്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വന്ന ഒരായത്ത് നമ്മൾ വിശദീകരിച്ചപ്പോൾ അവിടെയും നമ്മൾ ഹനീഫും അതേപോലെയുള്ള പദങ്ങളുമൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും വളവില്ലാതെ ഋജുമാനസനായ ഭക്തിയോടുകൂടി ജീവിക്കുകയും ഋജുമാനസനായി കഴിയുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു, അല്ല ഒരു സമുദായം എന്ന് വിശ്വസിപ്പിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ഖുർആൻ എടുത്തു പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഈ പദങ്ങൾ, ഏത് പദങ്ങൾ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ആ പദങ്ങൾ, ആ വാക്കുകൾ നമ്മുടെ നമസ്കാരങ്ങളിലും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ആ നിലക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്ബഹ ഖാല, നേരം വെളുത്താൽ റസൂല് പറയുന്ന ഒരു പന്തുണ്ട്, ഒരു ദിക്റുണ്ട്. അസ്ബഹനാ അലാ മില്ലത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിനാ മുഹമ്മദിൻ വമില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. രാവിലെ പറയേണ്ട ഒരു ദിക്റാണ് കേട്ടോ.
എന്താണത്? മില്ലത്തിൽ ഇസ്ലാം, ഞങ്ങളിതാ പ്രഭാതത്തിലായിരിക്കുന്നത് ഇസ്ലാമി മില്ലത്തിലാണ്, ഇസ്ലാമികമായ മില്ലത്തിലാണ്, ആ ചര്യയോടുകൂടിയാണ്, ആ ഒരു രൂപത്തിലാണ്, നടപടിയിലാണ്, ആ ഒരു ചിന്തയിലാണ്, ആ ഒരു ആലോചനയിലാണ്, ആ ഒരു ദിക്റിലാണ്, ആ ദിക്റ് പറഞ്ഞുകൊണ്ടാണ്, ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ഞാനിതാ നേരം വെളുത്തത്. എഴുന്നേറ്റപ്പോ ഞാൻ അള്ളാഹുവിനെ ഓർത്തു, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ കർമ്മങ്ങൾക്ക് ഞാൻ പോകുമ്പോഴും റബ്ബിനെ ഓർക്കുകയും റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകൾ ഞാൻ ഉരുവിടുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു മില്ലത്തുണ്ടല്ലോ, ആ മില്ലത്തിലാണ് ഒളിപ്പാട്ടും പാടിക്കൊണ്ട് എഴുന്നേറ്റ്, എന്നിട്ട് യാതൊരു ബോധവുമില്ലാതെ കാര്യങ്ങൾ ഓരോന്നും ചെയ്ത് അങ്ങനെ ഒരു പ്രഭാതത്തിലേക്ക് എത്തിപ്പെട്ടതല്ല ഈ സൂര്യന്റെ വെളിച്ചം, ഈ സൂര്യന്റെ ഉദയം. ഈ ഒരു ദിവസം എന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വരുമ്പോ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് ശരിയായ ഇസ്ലാമിന്റെ ത്തിലായിക്കൊണ്ടാണ് ഞാൻ ഇതാ നേരം വെളുത്തത് എന്ന്. നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസി പറയാ വകലിമത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ വാക്കുകളാണ് ഉരുവിട്ടത്, നിഷ്കളങ്കമായ പദങ്ങളാണ്, നിഷ്കളങ്കമായ കാര്യങ്ങളാണ്, ഇഖ്ലാസോട് കൂടിയിട്ടുള്ള വിഷയങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ ഉള്ള കലിമത്തുകളാണ് ഞാൻ ഉരുവിട്ടത്. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിതാ നേരം വെളുത്തത്. വദീനി നബീന മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ നിലനിന്നുകൊണ്ടാണ്, ദീനിലായിക്കൊണ്ടാണ് ഞാൻ രാവിലെ ആയത്, എനിക്ക് രാവിലെ പുലർന്നത്, എനിക്ക് ഈ നേരം വെളുത്തപ്പുണ്ടായ ഓരോ സംഗതികളും. വമില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ, അതേപോലെ നമ്മുടെ പൂർവ്വപിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ വക്രതയില്ലാത്ത ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മില്ലത്തിലായിക്കൊണ്ടുമാണ് ഞാൻ ഈ പ്രഭാതത്തിലേക്ക് വന്നത്. വമാകാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. ഇത് നമ്മൾ രാവിലെ പറയുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. അസ്ബഹ്നാ അലാ മില്ലത്തിൽ ഇസ്ലാം വകലിമത്തുൽ ഇഖ്ലാസ് വദീനി നബിയിനാ മുഹമ്മദിൻ വമില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇത് നമ്മൾ രാവിലെ പറയുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങളിപ്പോ മനസ്സിൽ വേറെ ചില സംഗതികൾ ഓർക്കുന്നുണ്ട്. ഈ പദങ്ങളൊക്കെ പറയുന്ന ഈ ഹനീഫൻ, ഇബ്രാഹിമ എന്നൊക്കെ പറയുന്ന കുറെ സംഗതികൾ വേറെ ഉണ്ട് എന്നിപ്പോ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ. പ്രധാനപ്പെട്ട ചില ആരാധനകളിലും സന്ദർഭങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത്. അതെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതും കൂടെ നിങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. വേറൊരു സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഈദിൻ ബികബിശൈനി വഖാല ഹീന ദബഹുമാ, ഈ ബലിപെരുന്നാൾ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൂറ്റനാടുകളെ അറുത്തിട്ട് അതിനെ അറുക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു റസൂല്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാണ്. എപ്പോ? ബലിപെരുന്നാൾ ദിവസം. അന്ന് എന്താ ഉള്ളത്? ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ത്യാഗോജ്ജലമായ മരണകൾ അയവിറക്കുകയാണ്. അന്ന് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആടുകളെ അറുത്തിട്ട് ആ സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതാണ്. ഇത് ഈ ഹനീഫൻ മുസ്ലിമൻ ആന അവ്വലുൽ മുസ്ലിമീൻ എന്നൊക്കെ പറയുന്ന ആ വാക്കുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉരുവിടുന്നത് എന്ന്. ഇനി നമ്മള് ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ആയത്തുകളിൽ. അതെന്താ ആയത്ത് നോക്കി അങ്ങോട്ട് പോകാം നമുക്ക്. ആ ആയത്തുകൾ എന്താ നോക്കൂ നിങ്ങൾ. 162. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇതേതാ സംഗതി? നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥന അല്ലേ?
വജ്ജഹത്തു തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന. ആ വജ്ജഹത്തു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? ഈ സൂറത്തിൽ തന്നെ 162 എത്രാമത്തെ 79 സോറി, ഈ സൂറത്തിൽ തന്നെ 79 ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നി വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നേരെ ഞാൻ എന്റെ മുഖം നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തിരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ആ കാര്യം നമ്മൾ ഏറെ വിശദീകരിച്ചു പോയതാണ് അവിടെ. അപ്പോൾ അതിനുശേഷമുള്ള രണ്ട് ആയത്തുകൾ, രണ്ട് വാചകങ്ങൾ ഇവിടെ 2 ആയത്തുകളിലായിട്ടാണ് വരുന്നത്. നമ്മൾ വജ്ജഹത്ത് പറയുന്ന ആ ആയത്തുകളിലുള്ള ആ പദങ്ങൾ, ആ വചനങ്ങളിലുള്ള 3 സംഗതികളുണ്ടല്ലോ, അതിലെ 2 ആയത്തുകൾ ഇവിടെ വരുന്നു. ഒന്നാമത്തെ സംഗതി 79 ആയത്തിലായിക്കൊണ്ട് നമ്മൾ പഠിച്ചു. അപ്പൊ ചില്ലറ സംഗതി അല്ല നമ്മൾ പറയുന്നത് കേട്ടോ. ഇത് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമുൻ വമാ അന മിനൽ മുശ്രിക്കീൻ നമ്മളവിടെ പറയുന്നത്. അത് വെറും ഇത് ഹദീസിൽ വന്ന കാര്യങ്ങൾ മാത്രമല്ല, ഖുർആനിൽ വന്ന ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു വന്ന ഒരു സംഗതി കൂടിയാണ് എന്നുകൂടെ നമ്മൾ ഓർക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചല്ലോ. അപ്പൊ 79 ആയത്തിൽ അതിന്റെ ആദ്യ ഭാഗം പറഞ്ഞു. പിന്നെ ഇതാ ഇവിടെ 162 ആയത്തിൽ ആ അവസാനത്തിലെ വജ്ജഹത്തുവിന്റെ അവസാനത്തെ 2 വാചകങ്ങളും വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ വാചകം വജ്ജഹത്തു എന്ന് തുടങ്ങുന്ന വാചകം ആര് പറഞ്ഞു എന്ന് അറിയാലോ നമുക്ക്. ആര് പറഞ്ഞതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവിടെ നിന്നിട്ട് ഇവിടുത്തെ അവസാനത്തെ ഈ 2 കാര്യങ്ങൾ ആരുടേതാണ്? ആര് പറയുന്നതായിട്ടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. പറയുക, തീർച്ചയായും സ്വലാത്തി എന്റെ പ്രാർത്ഥന, വനുസുക്കി എന്റെ ആരാധന, സ്വലാത്തി എന്റെ നമസ്കാരം, സ്വലാത്തി എന്റെ പ്രാർത്ഥന. സ്വലാത്തൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണല്ലോ. അപ്പൊ നമുക്കങ്ങനെ പറയാം, എന്റെ പ്രാർത്ഥന, വനുസുക്കി എന്റെ ആരാധന. നുസുക്കുൻ ആരാധനാ കർമ്മങ്ങൾ, നുസുക്കുൻ ഈ ഹജ്ജിലുള്ള കർമ്മങ്ങൾക്ക് പറയുന്ന പേര് നുസുക്കുൻ എന്നാണ്, ആരാധനാ കർമ്മങ്ങൾ. ബലികർമ്മത്തിന് പറയുന്നത് നുസുക്കുൻ എന്നാണ്. മറ്റു പൊതുവിലായിട്ടുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും നുസുക്ക് എന്ന് പറയാം. അപ്പൊ എന്ത് വന്നു? എല്ലാ തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളും, ഹജ്ജിലുള്ള എല്ലാ കർമ്മങ്ങളും, മറ്റു ആരാധനകൾ മുഴുവനും, നമസ്കാരത്തിലുള്ള ഓരോ സംഗതികളും. അപ്പൊ സ്വലാത്തും നുസുക്കും, പ്രാർത്ഥനയും ആരാധനയും. ഇതുകൊണ്ടല്ലോ എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനയും, എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനകളും സ്വലാത്തുമാണ്, പ്രാർത്ഥനയുമാണ്. എല്ലാ ആരാധനയിലും പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് ആ ആരാധന അത് സ്വീകരിക്കപ്പെടുന്നത്, അത് ആരാധനയായി മാറുന്നത്. വമഹിയായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 2 ഒരുമിച്ച്, സ്വലാത്തും നുസുക്കും. വേറെ 2 നമുക്കറിയാം, ജീവിതവും മരണവുമാണ്. 2 കോണിലുള്ള സംഗതികളാണ്. ഇത് 2 തമ്മിൽ എന്താ ബന്ധം? ബന്ധമില്ലായ്മ എന്താ? സ്വലാത്തും നുസുക്കും, മഹിയായ വമമാതി എന്നൊക്കെ പറഞ്ഞ ജീവിതവും മരണവും സ്വലാത്തും നുസുക്കും, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ? ആരെങ്കിലും എഴുതി വിടുവോ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞാലില്ലെങ്കിലും. ഒന്ന്, ഒരു ജോഡി അതിൽ മനുഷ്യന് ഇഷ്ടം പോലെ ചെയ്യാം. മറ്റൊരു സംഗതി, മറ്റൊരു ജോഡിയിൽ, മറ്റു 2 സംഗതികളിൽ മനുഷ്യന് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അവൻ വിചാരിച്ച ഒന്നും നടക്കൂല. അവൻ ജനിച്ചത് അവൻ വിചാരിച്ചിട്ടല്ല, അവൻ മരിക്കുന്നതും അവന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല. എന്നാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറെ കളിക്കുന്നുണ്ട്. നുസുക്കിന്റെ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 വിഷയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച്, നിങ്ങളുടെ മരണത്തെ സംബന്ധിച്ച്. അങ്ങോട്ട് സമയം കടന്നു വരുന്നുണ്ട്, ഇപ്പൊ അവിടെ വിശദീകരിച്ച് പോകുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് തോന്നുകയാണ്.
ഇല്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ആ രണ്ടും ഈ രണ്ടും ആ രണ്ടും എന്ന് പറഞ്ഞാല് സ്വലാത്തും നുസുക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാൻ പറ്റാവുന്ന നിങ്ങളുടെ സമയത്തിന് സൗകര്യത്തിന് ഒക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റാവുന്ന ചില സംഗതികൾ, എന്നാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് തീരുമാനത്തിനനുസരിച്ച് നടക്കാത്ത രണ്ട് സംഗതികൾ, അഹിയായ ഒമാത്ത്. ഈ നാല് കാര്യങ്ങളും നമ്മൾ എന്നും അള്ളാഹുവിനോട് പറയാ. ഓരോ നമസ്കാരത്തിന്റെ തുടക്കത്തിലും നമ്മൾ പറയാ ഇല്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ ലോകങ്ങളുടെ രക്ഷിതാവായ അൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബിന് ഉള്ളതാട്ടോ എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ നമസ്കാരവും എന്റെ ആരാധനകർമ്മങ്ങളും എന്റെ പ്രാർത്ഥനയും. ലാ ശരീക ലഹു, സർവ്വലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ആരാണെന്നറിയാമോ? ലാ ശരീക ലഹു, അവനൊരു ശരീക്കുമില്ല, ഒരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരേയില്ല. ഒബിദാലിക്ക ഉമിർക്കു, അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഒരു പങ്കുകാരില്ല എന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല വാന അവ്വലുൽ മുസ്ലിമീൻ, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ ഏറ്റവും ഒന്നാമനാണ് ഞാൻ, ഒന്നാമത്തെ മുസ്ലിമാണ് ഞാൻ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പുരുഷൻ ആര്, പ്രഥമ പൗരൻ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചില ഉത്തരങ്ങളുണ്ട്. ഇവിടെ മുസ്ലിംകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തെ മുസ്ലിം ആര് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മനസ്സ വാച കർമ്മണ, ജീവിതത്തിൽ അക്ഷരം പ്രതി പ്രവർത്തിക്കുന്ന, ചെയ്യുന്ന, ചിന്തിക്കുന്ന, അങ്ങനെ പറയുന്ന ഒരു വ്യക്തി അതാരാ എന്ന് ചോദിച്ചാൽ, പ്രവാചകരെ നിങ്ങൾക്ക് പറയാം, ഉറക്കെ പറയാം. അപ്പൊ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ വലിയ 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 വിഷയമാണ്, ഭയങ്കരമായ സംഗതികളാണ് ഈ പറയുന്നത്. ഈ സൂറത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ ഇനി 2 ആയത്തുകൾ കൂടെ ഉള്ളൂ. സംഗ്രഹിക്കുമ്പോ ഇവിടെ പറയുന്നത് നമ്മളോട് നമസ്കാരത്തിന്റെ തുടക്കത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന, നമ്മളോട് ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ പ്രഭാതമാകുമ്പോൾ നമ്മളോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള സംഗതികളാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സൂറത്തിന്റെ അവസാനത്തിലായി ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്നത്, പറയുന്നത്. ഉറക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ മുസ്ലിം, ഒന്നാമത്തെ മുസ്ലിമാ. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ആരാധനകളും എന്റെ പ്രാർത്ഥനകളും അള്ളാഹുവിന് വേണ്ടിയാണ് ഉള്ളതാണ്. ഞാൻ നിലനിൽക്കുന്നത് ശരിയായ മാർഗത്തിലാണ്, ശരിയായ വഴിയിലാണ് എന്ന് പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ എന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞു പോയ സംഗതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ആരംഭിക്കുമ്പോൾ പറയുന്ന കുറെ പ്രാർത്ഥനകള് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്നുള്ളതാണ്, മറ്റൊന്ന് അല്ലാഹു ബഅദ് ബൈനി വബൈന ഖത്തായ എന്നുള്ളതാണ്, വേറൊന്ന് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന വെറും പ്രാർത്ഥന മാത്രമല്ല, അത് ഇങ്ങനെ 3 ആയത്തുകളിലായി. എവിടെയാണ് 3 ആയത്തുകൾ ഉള്ളത്? സൂറത്തുൽ അൻആമിൽ. സൂറത്തുൽ അൻആമിൽ ഏതൊക്കെ ആയത്തുകളാണ്? 79-ാമത്തെ ആയത്തും 162-ഉം 163 ആയത്തുകളിൽ വന്ന ആശയങ്ങളാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അത് നമ്മളും കൂടെ പറഞ്ഞു. നമ്മളും പറയണേ, ദിവസവും പറയണേ, 5 നേരം പറയണേ, രാവിലെകളിൽ എഴുന്നേറ്റാൽ പറയണേ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ ഓർക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ ആ സന്ദർഭങ്ങളിലൊക്കെ പറയണേ എന്ന് പറഞ്ഞിട്ട് നമ്മളോടും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ നിലക്കാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോ ഇതിലുള്ള 1 2 പദങ്ങൾ പരിചയപ്പെടുത്തി കൊണ്ടുപോകാം. ഒന്ന് നുസുക്ക് നമ്മൾ പറഞ്ഞു. നുസുക്ക് എന്ന വാക്കിന് ആരാധനകൾ എന്നാണ് അർത്ഥമുള്ളത്. ഹജ്ജ്, ഉംറ സംബന്ധമായ കർമ്മങ്ങളെയും ബലികർമ്മങ്ങളെയും പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. ബലികർമ്മങ്ങളെ പറ്റി ഇതൊക്കെ മാനിമലയുടെ തഫ്സീർ നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാം.
വലിയ കർമ്മങ്ങളെ പറ്റി വചനങ്ങളിലൊക്കെ പറഞ്ഞത് കൊണ്ട് അതാണ് കൂടുതൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ള വിശദീകരണങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് വാന അവ്വലുൽ മുസ്ലിമീൻ എന്നുള്ള കാര്യം ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്, ഈ സമുദായത്തിലെ ഒന്നാമനാണ്. ഞാൻ നിങ്ങളോട് പ്രബോധനം ചെയ്യുന്ന തത്വങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നത് ഞാനാണ്. മനുഷ്യാരംഭം മുതൽക്കേ മനുഷ്യവർഗത്തിന് അള്ളാഹു നിശ്ചയിച്ച മതമാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത്. അത് ആദ്യമായി ഇസ്ലാം, അത് ആദ്യമായി ഏറ്റവും നന്നായി അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ട ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുപോയി ഫലാത്തും നസുക്കും മഹിയായ മമമാത്തി എന്നുള്ള രണ്ട് കൂട്ടങ്ങളെ കാരണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അസ്വലാത്തു വൽ മനാസിഖു ഖിലാഹുമാ ദാഖിൽ ഫി ഖാനൂനിൽ ഇഖ്തിയാർ. പണ്ഡിതന്മാർ പറയുക, സ്വലാത്തും നുസുക്കും ഒക്കെ ആരാധനകളും ഒക്കെ നിനക്ക് ഇഖ്തിയാർ ഉണ്ട്, നിനക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിന്നെ സംബന്ധിച്ചിടത്തോളം ലാ തുസല്ലി, നമസ്കരിക്കാതിരിക്കാം. അതേപോലെ നിനക്ക് ശരിയായ വിശ്വാസത്തോടു കൂടിയല്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കാം. അതില് നിന്റെ ഖാനൂനുൽ ഇഖ്തിയാർ, നിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു തത്വശാസ്ത്രവും അവിടെ നടക്കുന്നില്ല. അത് അള്ളാഹുവിന്റെ കയ്യിലാണ് പൂർണ്ണമായിട്ടുള്ളത്. നിന്റെ ജീവിതവും നിന്റെ മരണവും ഒക്കെ അവനാണ് നിശ്ചയിക്കുന്നത് എന്നതാണ് അതിലുള്ള ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതവും മരണവും നിങ്ങളുടെ കയ്യിലല്ലാത്തത് കൊണ്ട്, നിങ്ങൾക്കവിടെ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് ഈ സ്വലാത്തിന്റെയും നസുക്കിന്റെയും വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. എന്താണത്? നിന്റെ നമസ്കാരം നീ മറ്റാരെങ്കിലും കാണിക്കാൻ വേണ്ടിയാക്കരുത്. നിന്റെ പ്രാർത്ഥനകൾ അങ്ങനെ ആ രൂപത്തിലാകരുത്. എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇന്ന ഹാജിയാരെ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് നിന്റെ ഹജ്ജിനുള്ള പോക്ക്, നിന്റെ ആരാധനകൾ, നിന്റെ നുസുക്കുകൾ ചെയ്യുന്നത് എന്നിങ്ങനെ ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഈ സ്വലാത്തിന്റെയും നുസുക്കിന്റെയും കൂട്ടത്തിൽ മഹിയായ മമമാത്തി എന്ന്, എന്റെ ജീവിതവും എന്റെ മരണവും എന്നുള്ള ആ രണ്ട് സംഗതികൾ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഈ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ളത് വാന അവ്വലുൽ മുസ്ലിമീൻ, നമ്മളെ പഠിപ്പിക്കപ്പെട്ടതിൽ വാന മിനൽ മുസ്ലിമീൻ എന്നാണ്. ഞാൻ ആദ്യത്തെ മുസ്ലിമാണ്, ഞാൻ മുസ്ലിങ്ങളുടെ, നമ്മളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പറയുന്നു വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമതെന്ന്. പക്ഷെ നമുക്കത് ഇങ്ങോട്ട് മാറ്റി പഠിപ്പിച്ചപ്പോ നമുക്ക് പറഞ്ഞു എന്താ, വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഞാനും അവരിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഒന്നാമത്തവനല്ല, ഒന്നാമത്തവനാകാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ എന്ത് പറയാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്? മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് പറയാനാണ്. ഉള്ള കുറെ ആയത്തുകളുടെ അർത്ഥവും ആയത്തുകളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ് പ്രവാചകന്മാരൊക്കെ ലോകത്ത് വന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ലോകത്ത് വന്ന ഓരോ പ്രവാചകന്മാരും അവരുടെ ജനങ്ങളോട് പറഞ്ഞപ്പോ ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച 164, 165 വചനങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഈ സൂറത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഓതി പഠിക്കാനുള്ള അല്ലെങ്കിൽ വായിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുള്ള ചില സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ ഒന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ ആശയങ്ങളൊന്ന് പരിശോധിക്കാനോ ഒക്കെ പറ്റാവുന്ന, പരീക്ഷ എന്ന് പറയണ്ട, പക്ഷെ ഒരു ചെറിയ രൂപത്തിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് പഠിക്കാനുള്ള കുറഞ്ഞ ദിവസങ്ങൾ അനുവദിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് തുടങ്ങാനുള്ള അടുത്ത സൂറത്ത് കണ്ടുവച്ചിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഇവിടെ എടുക്കുന്ന ക്ലാസ് ആരംഭിച്ച സൂറത്ത് ത്വാഹയാണ്. സൂറത്ത് ത്വാഹ ചെറിയൊരു സൂറത്താണ്, ചെറിയ ആയത്തുകളാണ്. 135 ആയത്തുണ്ട്. 15 ചില പ്രത്യേകതകളുണ്ട്, അറിയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ മുന്നോട്ട് തുറന്നു പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ.